ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MEMMAS കിച്ചൺ. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്റ്റൂ തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 ക്യാരറ്റ് ചതുരത്തിൽ അരിഞ്ഞത്, 2 മീഡിയം സൈസ് കിഴങ്ങ്, അത് നമ്മൾ ചതുരത്തിലാണ് അരിഞ്ഞത്. പിന്നെ 6 ബീൻസ് വേണം, അതൊന്ന് ചരിച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു വലിയ സവോള ചതുരത്തിൽ അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ നമുക്ക് ഗ്രീൻ പീസ് വേണം. അതൊരു 50 ഗ്രാമൊക്കെ മതി. അത് നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചേക്കണം. ഇനി നമ്മളൊരു കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ചേർക്കാം. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. ഒത്തിരി വെള്ളം വേണ്ട, പച്ചക്കറിയുടെ താഴെ വരത്തക്ക രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. ഒറ്റ വിസിലിന് തന്നെ എല്ലാം നമുക്ക് വെന്ത് കിട്ടിക്കോളും. ഇനി ഇത് വേകുന്ന നേരത്ത് നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞു വയ്ക്കാം. അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, അത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമ്മളിത് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമ്മൾ അരിപ്പയിലേക്ക് ഒഴിച്ച് നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം. ഇത് നമുക്ക് 1-ാം പാലായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ പിഴിഞ്ഞ തേങ്ങയിലേക്ക് തന്നെ നമ്മൾ 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇതും പിഴിഞ്ഞ് 2-ാം പാലായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്ക് 1-ാം പാലും 2-ാം പാലും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റൂ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കഷ്ണം കറുവാപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഇത്രയും ചേർത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2-ാം പാലാണ്. രണ്ടാം പാലൊന്ന് നന്നായിട്ട് തിളച്ച് കിട്ടണം നമുക്ക്. 2-ാം പാലിൽ കിടന്ന് നമുക്ക് പച്ചക്കറികൾ ഒന്നുകൂടി നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റി കുറുകി ഒന്ന് കിട്ടണം. ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് നമുക്ക് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തിട്ട് കറി ഇനി തിളയ്ക്കരുത്, നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. പച്ചക്കറി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടതാണ്, പോരായ്മ ഉള്ളത് ഇപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. 1-ാം പാൽ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കറിയാണ്, നല്ല ടേസ്റ്റിയുമാണ്.
എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്